വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പ്രധാനപ്പെട്ട കൃതിയിൽ ഒന്നാണ് മുച്ചീറ്റു കളിക്കാരന്റെ മകൾ. അല്ല, നമ്മളെ മനസ്സിലായില്ലേ? ഞാനാണ് സൈനബ. മുച്ചീറ്റു കളിക്കാരൻ ഒറ്റക്കണ്ണൻ പോക്കരിന്റെ ഓമന മകളാണ് ഞാൻ. പിന്നെ ഈ നാട്ടിലെ സുന്ദരി ഞാൻ തന്നെ കേട്ടോ. പിന്നെ എനിക്കൊരാളെ ഇഷ്ടാ, മുത്തപ്പ, മണ്ടമുത്തപ്പ. എൻ്റെ വാപ്പ അങ്ങനെ വിളിക്കോലും അവനൊരു മണ്ടനൊന്നും അല്ലട്ടോ. പിന്നെ മുത്തപ്പാക്ക് ഞാനൊരു വഴി പറഞ്ഞു കൊടുത്തിട്ടാണ് മുത്തപ്പാന്റെ വാപ്പാനെ മുച്ചീറ്റു കളിയിൽ തോൽപ്പിച്ചത്. മുത്തപ്പ, എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. അല്ല വേണ്ട, കുറച്ച് ദിവസമായിട്ട് കൽബീന്നൊരു വേദന. ഇതാ വേദന അല്ല. കരളീന്നൊരു വേദന. ഇതാ വേദന അല്ലെന്ന് നമ്മൾ പറഞ്ഞുതരൂല. നിങ്ങൾ ആലോചിച്ച് കണ്ടെത്തിക്കോളി. നമ്മൾ പറഞ്ഞുതരൂല, നിങ്ങൾ ആലോചിച്ച് കണ്ടെത്തിക്കോളി. അല്ല, ആടിന് പള്ളിയിൽ പോയി ചെക്കുണ്ടാവും. പത്തിരി ചുട്ടു വിളമ്പി വരുന്നൊരു മുത്തൊളി പാത്തുമ്മ, മുത്തൊളി പാത്തുമ്മ. അല്ല, എല്ലാരും ഉണ്ടല്ലോ. പോതേത്താനെ. അല്ല, നിങ്ങളിൻ്റെ ആടിന് കഞ്ഞോളം കൊടുത്തിണ്ടായിരുന്നു. ഓളൊരു കഞ്ഞോളം. എൻ്റെ ആടെ ഇവിടെയുള്ള പുസ്തകവും കടലാസും സകലമാന ചണ്ടിപ്പണ്ടാരങ്ങളും തിന്ന് തീർത്തു. പൊരയിൽ എനിക്കൊരു 100 കൂട്ടം പണിയുണ്ട്. അതിൻ്റെ ഇടയിൽ ഓളൊരു കഞ്ഞോളം. എൻ്റെ ആടൊന്ന് പെറ്റോട്ടെ, അപ്പം നിങ്ങൾ എൻ്റെ പുറകെ വരില്ലേ? അപ്പം ഞാൻ കാണിച്ചു തരാം. പാത്തുമ്മ, എൻ്റെ ആടെ ഈ പെറുമ്പളെ സുബൈദാത്താനെ മറക്കല്ലേ, ഒരിച്ചിരി പാൽ തരണം. തരും തരും, നല്ല ചുട്ട അടി വെച്ച് തരും. എൻ്റെ ആടിനെ കുറ്റം പറഞ്ഞ പോലെ അവൾക്ക് ഇപ്പൊ പാല്. എന്റെ പുസ്തകം എല്ലാം കീറിക്കുന്നു. താമരപ്പൂങ്കാവനത്തിൽ താമസിക്കുന്നോളെ, പഞ്ചവർണ്ണ പൈങ്കിളിയിൽ പങ്കുറങ്കുള്ളോളെ, പങ്കുറങ്കുള്ളോളെ, പൂനിലാവ് വന്നു. ആരുടേതാണുമ്മായി ആട്? ഇത് നമ്മുടെ പാത്തുമ്മാന്റെ ആടാ. അതുകൊണ്ടാണ് ഇതിന് ഇത്ര സ്വാതന്ത്ര്യം. രാവിലെ പ്ലാവിലൊക്കെ തിന്നിട്ട് ഇങ്ങോട്ട് വരും. ഈ ആടുകാരി പാത്തുമ്മ എൻ്റെ സഹോദരിയാണ്, അബ്ദുൽ ഖാദറിന്റെ ഇളയത്. പടച്ചോനെ, എൻ്റെ മതിലുകളും ശബ്ദങ്ങളും ആട് തിന്നല്ലോ. ഇത് തിന്നണ്ട, ഇതിന് വേറെ കോപ്പില്ല. ബഷീറിന് എഴുത്തുകാരനായത് ഒരു യാതൊരു സംഭവമൊന്നുമില്ല. 9 കൊല്ലം ലക്കും ലഗാനും എന്ന മാതിരി ഇന്ത്യ മഹാരാജ്യം മുഴുവൻ ഇറക്കി ഭരിച്ചിരുന്ന ബ്രിട്ടീഷിൻ്റെ വാതിലുകൾ ചുറ്റിക്കറങ്ങിക്കൊണ്ട് രാജ്യങ്ങളടച്ചു വലവീശിയ മാതിരി ബ്രിട്ടീഷിൻ്റെ അടിയൊടുങ്ങിയ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ തകർപ്പുകളിൽ അനിശ്ചിതമായ കാലഘട്ടം വെയിലും തണുപ്പും ചൂടും രാത്രിയും ഒക്കെ താണ്ടിയായിരുന്നു ആ ഒരു കഥ എഴുതിയിരുന്നത്. അവസാനം സ്വന്തം നാടായ കേരളത്തിലെത്തി ആദ്യമായി ഒരു സ്വന്തം പേന ഉണ്ടായിരുന്ന ബഷീർ പിന്നെ ഒരു കഥ ആരംഭിച്ചതായിരുന്നു. സ്വന്തം മനസ്സിൽ നിന്നും സ്വന്തം പ്രകൃതിയിലേക്ക് ഒന്ന് കുറച്ച് നോക്കി എഴുതുവാൻ കിട്ടിയത് ഒരു വാക്കുകളുടെ 100 കൂട്ടമായിരുന്നു. ഇങ്ങനെയാണ് ഒരു കഥ ആരംഭിക്കുന്നത് ബഷീർ. താമരപ്പൂങ്കാവനത്തിൽ താമസിക്കുന്നോളെ, പഞ്ചവർണ്ണ പൈങ്കിളിയിൽ പങ്കുറങ്കുള്ളോളെ, പങ്കുറങ്കുള്ളോളെ. നിന്റെ പേരെന്താണ്? നിന്റെ പേര് തുന്നരി എന്നല്ല, ബുദ്ധൂസേ സുന്ദരി എന്ന് പറയണം. ആട്ടെ, പേരെന്താണ്? പാത്തുമ്മ. എന്നെ എന്തിനാണ് ബുദ്ധൂസേ എന്ന് വിളിച്ചത്? അങ്ങനെയല്ല, എന്നെ എന്തിനാണ് ബുദ്ധൂസ് എന്ന് വിളിച്ചത് എന്ന് ചോദിക്കണം. ബുദ്ധൂസ് എന്നാൽ പെണ്ണുങ്ങളെ പര്യായമാണെന്ന് എൻ്റെ ഇക്കാക്ക പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഇക്കാക്കാന്റെ പേരെന്താ? സാർ അഹമ്മദ്. നിന്റെ പേരെന്താ? എൻ്റെ പേര് ആയിഷ. ഏത് ജാതിയാ? മുസ്ലിം. മാതിരിയാ? അല്ല, ഞങ്ങൾ ശരിയായ മുസ്ലിമാണ്. എന്താ എൻ്റെ കൈമേല്? പാട്ടുപെട്ടി. മക്കത്തൊക്കെ കേൾക്കുവോ? തുർക്കി, ബാംഗ്ലൂർ, ഇറ്റലി, അമേരിക്ക എന്നിങ്ങനെ ലോകത്ത് പല സ്ഥലത്തും കേൾക്കാം.
അല്ല കുദ്ദൂസ്, ഇങ്ങക്ക് ആന ഉണ്ടായിരുന്നു? ഇല്ല, ഉപ്പാക്കൊരു ആന ഉണ്ടായിരുന്നു, വലിയൊരു കൊമ്പനാന. എൻ്റെ ഉപ്പുപ്പാക്കൊരു കാളവണ്ടി ഉണ്ടായിരുന്നു. അതിൽ സാധനങ്ങൾ കയറ്റി കൂലിക്ക് കൊണ്ടുപോയി വിൽക്കുമായിരുന്നു. ആ വണ്ടി കൊണ്ട് എൻ്റെ ബാപ്പയെ MA വരെ പഠിപ്പിച്ചു. എൻ്റെ ബാപ്പ ഇപ്പോൾ ഒരു കോളേജ് പ്രൊഫസറാണ്. ഈ ചിത്രത്തിലേക്ക് നോക്കൂ, ഇതിൽ എന്താണ് എഴുതിയിട്ടുള്ളത്? ഇവിടെ അണക്ക് എഴുത്തും വായനയും അറിഞ്ഞൂടാ, ഞാൻ പോണു.